പത്തനംതിട്ട ചെന്നീർക്കര വൃദ്ധസദനത്തിൽ 17-കാരന് ക്രൂരമർദ്ദനമേറ്റതായി പരാതി. സ്ഥാപനത്തിൽ നിന്ന് വീട്ടിലേക്ക് മടങ്ങിയ ശേഷമാണ് കുട്ടി ചൈൽഡ് ലൈനിൽ വിവരം അറിയിച്ചത്. വൃദ്ധസദനവും ആരാധനാ കേന്ദ്രവും ലൈസൻസ് ഇല്ലാതെയാണ് പ്രവർത്തിക്കുന്നതെന്ന് പഞ്ചായത്ത് വ്യക്തമാക്കി. അച്ഛൻ പോയിട്ട് എത്ര കാലമായി? 12 വർഷമായി. ഇവരെ കഷ്ടപ്പെട്ട് വളർത്തുക. 10ാം ക്ലാസ് വരെ പഠിക്കണ്ടേ? വേണോ? ഇവനെ ഇവിടെ ഏൽപ്പിച്ചിട്ട് പോക്കോ, കേട്ടോ? ഇവിടെ നിർത്തിയേര്. ഞങ്ങൾ അവനെ പഠിപ്പിച്ചോളും. നമുക്ക് പഠിപ്പിച്ചാലോ? ഇവിടെ നിൽക്കുന്നു. അവൻ റെഡിയാ. അവനെ നമ്മൾ പഠിപ്പിച്ച് എടാ ശരിക്കും 4 മാസം മുൻപാണ് ഇടുക്കി കട്ടപ്പന അണക്കരയിലുള്ള 17 വയസ്സുള്ള ഒരു വിദ്യാർത്ഥിയെ സാമൂഹികമായും സാമ്പത്തികമായും പിന്നോക്കം നിൽക്കുന്ന ഒരു വിദ്യാർത്ഥിയെ ഇവിടെ എത്തിച്ച് പഠിപ്പിക്കാമെന്നുള്ള വാഗ്ദാനം നൽകി ഇവിടേക്ക് കൊണ്ടുവരുന്നത്. ഓമല്ലൂരിലും ചെന്നീർക്കരയിലുമായിട്ട് പ്രവർത്തിക്കുന്ന ധ്യാന കേന്ദ്രത്തിലേക്കും അതുപോലെ തന്നെ അനാഥ മന്ദിരത്തിലേക്കും കൊണ്ടുവരുന്നത്. പക്ഷേ സ്കൂളിൽ വിടാതെ പഠനം നടത്തിക്കാതെ ഈ അനാഥാലയത്തിൽ പണിയെടുപ്പിക്കുകയായിരുന്നു, ബാലവേല ചെയ്യിപ്പിക്കുകയായിരുന്നു. ഈ ജോലികൾ തനിക്ക് ചെയ്യാൻ സാധിക്കില്ല എന്ന് വിദ്യാർത്ഥി പറഞ്ഞതോടുകൂടിയിട്ടാണ് വിദ്യാർത്ഥിയെ മർദ്ദിച്ചു എന്നതാണ് ഇപ്പോൾ ഈ കുട്ടി പരാതിയായി നൽകിയിരിക്കുന്നത്. വീട് പണിയാൻ വേണ്ടി ഇതായതുകൊണ്ട് അവര് നേരെ വൃദ്ധസദനത്തിലേക്കായിരുന്നു കൊണ്ടുപോയി, ഓൾഡേജ് ഹോമിലേക്ക് കൊണ്ടുപോയി അവിടെ അവരെ ശുശ്രൂഷിക്കാനൊക്കെ. കുട്ടിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഒരു തുടർ അന്വേഷണം നടന്നതും ഈ സ്ഥാപനങ്ങളിൽ CWCയുടെ ഉൾപ്പെടെയുള്ള പരിശോധന നടന്നതും. ഈ പരിശോധനയിൽ മറ്റൊരു 17-കാരനായ കോട്ടയം സ്വദേശിയായ ഒരു 17-കാരനെ കൂടെ കണ്ടെത്തി ഈ കുട്ടിയെ ഇപ്പോൾ തൊട്ടടുത്ത് തന്നെയുള്ള മറ്റൊരു കേന്ദ്രത്തിലേക്ക് മാറ്റിയിരിക്കുകയാണ്. എന്തായാലും ഈ കേന്ദ്രവുമായി ബന്ധപ്പെട്ട 3 ജീവനക്കാർക്കെതിരെ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇവിടെ വന്ന് കണ്ടപ്പം എല്ലാവരുടെയും അവസ്ഥ വളരെ ദയനീയമാണ്. അവിടെ കയറി മുകളിലോട്ടൊക്കെ പോയപ്പോഴത്തേന് അവരെ എല്ലാം ക്രൂരമായി പീഡിപ്പിക്കുന്ന അവസ്ഥയാണ് നമ്മൾ കണ്ടത്. കാരണം 1-2 ആളുകളുടെ പുറത്തെല്ലാം ഇടിച്ച് ചതഞ്ഞ പാടുകളാണ് കാണാൻ കഴിഞ്ഞത്. അതുപോലെ ഒരു കുഞ്ഞ് നമ്മുടെ വീട്ടിലും പൊടി കുഞ്ഞുങ്ങളുള്ള ആളുകളാണ് നമ്മൾ. പക്ഷേ ആ കുഞ്ഞിനെ ഇവിടെ 2 വയസ്സുള്ളൊരു അതിനെ ഇവിടെ കണ്ണിൻ്റെ മോൾ ഭാഗത്ത് ഇവിടെ എല്ലാം മുറിഞ്ഞ് അതിൻ്റെ അമ്മ ഇവിടെ ജോലിക്ക് വന്നത്. അന്നേരം കുഞ്ഞിനെയും കൊണ്ടുവന്നു. പക്ഷേ അവരെയും കൊണ്ട് ഇപ്പോൾ അടുക്കള ജോലി ചെയ്യിച്ചിട്ട് പൈസ പോലും കൊടുക്കാത്ത, ആ കുഞ്ഞിനെ പാല് പോലും കൊടുക്കാൻ ആ അമ്മയ്ക്ക് ഒരു അനുവാദം ഇല്ലാത്ത ഒരു സാഹചര്യമാണ് ഞങ്ങൾക്കിപ്പം കാണാൻ കഴിഞ്ഞത്. പാസ്റ്റർ ബിനുവിൻ്റെ നേതൃത്വത്തിലുള്ള കേന്ദ്രത്തിലാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായത്. ഇതിനെ സാധൂകരിക്കുന്ന രീതിയിലുള്ള ദൃശ്യങ്ങളും ഇപ്പോൾ നിലവിൽ പുറത്തു വന്നിട്ടുണ്ട്.